ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജമ്മു കശ്മീർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് പ്രധാനമന്ത്രി നാളെ ശ്രീനഗറിൽ നേതൃത്വം നൽകും. 14 കാർഷിക വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സാമൂഹിക സുരക്ഷാ പെൻഷൻ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. തമിഴ്നാട്ടിലെ കള്ളക്കുറിശ്ശിയിൽ വ്യാജ മദ്യദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 33ആയി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 7 സംഘങ്ങളെ സംസ്ഥാനത്തേക്ക് അയച്ചു. ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ജമ്മു കശ്മീർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ശ്രീനഗറിൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ 1500 കോടി രൂപയുടെ 84 വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. യുവജന ശാക്തീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ജമ്മു കശ്മീരിലെ 2000 യുവജനങ്ങൾക്ക് സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള നിയമന പത്രം കൈമാറും. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായുള്ള 1800 കോടി രൂപയുടെ പദ്ധതിയും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിനും പ്രധാനമന്ത്രി നാളെ ശ്രീനഗറിൽ നേതൃത്വം നൽകും. വിപുലമായ ക്രമീകരണങ്ങളാണ് ശ്രീനഗറിലെ ഷേർ-ഇ-കശ്മീർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ പരിപാടിക്കായി ഒരുക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികളും സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുമുള്ള നിരവധി പേരും പ്രധാനമന്ത്രിക്കൊപ്പം യോഗാഭ്യാസ പരിപാടിയിൽ പങ്കെടുക്കും. യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനങ്ങളിലും യോഗ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നാളെ നടക്കും. 14 കാർഷിക വിളകളുടെ മിനിമം താങ്ങുവില വർദ്ധിപ്പിക്കാൻ ഇന്നലെ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2024-25 ഖാരിഫ് വിപണന സീസണിൽ താങ്ങുവില വർദ്ധിപ്പിച്ചത് നെല്ല്, പരുത്തി, ചെറുധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവ കൃഷി ചെയ്യുന്നവർക്ക് ഏറെ പ്രയോജനകരമാകുമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് 23 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. രാജ്യത്തുടനീളം 2 ലക്ഷം ഗോഡൌണുകൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. മഹാരാഷ്ട്രയിലെ വധാവൻ തുറമുഖം വികസിപ്പിക്കാനും ഗുജറാത്തിലും തമിഴ്നാട്ടിലും ആദ്യത്തെ ഓഫ്ഷോർ വിൻഡ് ടെർമിനൽ വികസിപ്പിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഫോറൻസിക് അടിസ്ഥാന സൌകര്യ വികസനത്തിനായുള്ള ദേശീയ പദ്ധതിക്കും യോഗം അംഗീകാരം നൽകി. 2869 കോടി രൂപ ചെലവിൽ വാരാണസിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം വികസിപ്പിക്കുന്നതിനും മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പെൻഷൻ കുടിശ്ശിക വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് PC വിഷ്ണുനാഥ് ആണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പൌരന്റെ ഭരണഘടനാപരമായ അവകാശമാണ് എന്ന് ശ്രീ PC വിഷ്ണുനാഥ് പറഞ്ഞു. ഇത്തരം പദ്ധതികളിൽ നിന്ന് സർക്കാർ പിന്മാറുമോ എന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. കഴിഞ്ഞ 3 മാസത്തിനിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ 4 ഗഡു വിതരണം ചെയ്തതായി മന്ത്രി KN ബാലഗോപാൽ മറുപടി നൽകി. അടുത്ത ഗഡു ഈ മാസം വിതരണം ചെയ്യുമെന്നും 5 മാസത്തെ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് വാക്കൌട്ട് ചെയ്യുകയായിരുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ന് ശ്രീലങ്ക സന്ദർശിക്കും. ശ്രീലങ്കൻ നേതാക്കളുമായി ശ്രീ ജയശങ്കർ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിലേറിയ ശേഷമുള്ള ശ്രീ ജയശങ്കറിന്റെ ആദ്യ വിദേശ സന്ദർശനമാണ് ഇത്. തമിഴ്നാട്ടിലെ കള്ളക്കുറിശ്ശിയിൽ വ്യാജ മദ്യം കഴിച്ച് മരിച്ചവരുടെ എണ്ണം 33ആയി. 100ലേറെ പേർ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. കള്ളക്കുറിശ്ശി, സേലം, പുതുച്ചേരി, ജിപ്മർ എന്നിവിടങ്ങളിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സംഭവത്തിൽ DSP ഉൾപ്പെടെ 10 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതായും കള്ളക്കുറിശ്ശി കളക്ടറെ സ്ഥലം മാറ്റിയതായും അധികൃതർ അറിയിച്ചു. വ്യാജമദ്യം നിർമ്മിച്ചവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 200 ലിറ്റർ വ്യാജമദ്യം ഇവരിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. ആശുപത്രിയിൽ ചികിത്സ തേടിയ ഭൂരിഭാഗം പേരിലും തലകറക്കം, വയറുവേദന, കണ്ണുകളിൽ അസ്വസ്ഥത എന്നീ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു. മദ്യത്തിൽ മെഥനോളിന്റെ അളവ് കൂടിയതാണ് മരണകാരണമെന്ന് തമിഴ്നാട് ആരോഗ്യമന്ത്രി M സുബ്രഹ്മണ്യം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടതായും കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജ മദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു.
ഉത്തരവാദികളെ പിടികൂടിയതായും അനാസ്ഥ കാട്ടിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുത്തതായും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതവും ചികിത്സയിൽ കഴിയുന്നവർക്ക് 50,000 രൂപ വീതവും സഹായധനം പ്രഖ്യാപിച്ചു. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ യുജിസി നെറ്റ് പരീക്ഷ കേന്ദ്ര സർക്കാർ റദ്ദാക്കി. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി സൂചന ലഭിച്ചതിനെ തുടർന്നാണ് റദ്ദാക്കിയത്. ഇത് സംബന്ധിച്ച അന്വേഷണം സിബിഐയെ ഏൽപ്പിച്ചതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. പരീക്ഷയുടെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARNews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ 66ാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. രാഷ്ട്രപതിയുടെ പൊതുസേവനത്തെ പ്രശംസിച്ച ഉപരാഷ്ട്രപതി ശ്രീമതി മുർമുവിന് സന്തോഷവും ആരോഗ്യവും നിറഞ്ഞ ദീർഘജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ മാതൃകാപരമായ സേവനവും രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും എല്ലാവർക്കും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ശ്രീമതി മുർമുവിന്റെ ബുദ്ധിവൈഭവവും പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സഹായിക്കുന്നതിനുള്ള താൽപര്യവും രാജ്യത്തെ നയിക്കുന്ന ശക്തിയാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് അമേരിക്കയിലെ ഇന്ത്യൻ എംബസി വാഷിംഗ്ടണിൽ യോഗ പരിപാടി സംഘടിപ്പിച്ചു. 10ാമത് യോഗ ദിനത്തോടനുബന്ധിച്ച് ബംഗ്ലാദേശിലെ മിർപൂർ ഇൻഡോർ സ്റ്റേഡിയത്തിലും നാളെ യോഗദിന പരിപാടികൾ സംഘടിപ്പിക്കും. ബംഗ്ലാദേശിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യോഗദിന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിനായി യോഗ എന്നതാണ് യുഎഇയിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗദിനത്തിന്റെ പ്രമേയം. സ്ത്രീ ശാക്തീകരണത്തിലൂന്നി സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടികളിൽ 1000-ലേറെ പേർ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 7 സംഘങ്ങളെ സംസ്ഥാനത്തേക്ക് അയച്ചു. തമിഴ്നാട്ടിലെ ആരക്കോണത്ത് നിന്നുള്ള 210 ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘത്തെയാണ് സംസ്ഥാനത്ത് വിന്യസിക്കുക. രാജ്യത്തെ തെക്ക് കിഴക്കൻ മേഖലയിൽ അടുത്ത 4 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, പശ്ചിമബംഗാളിന്റെ ഹിമാലയൻ ഉപമേഖല എന്നിവിടങ്ങളിൽ ഇടത്തരം മഴ ലഭിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ്. പശ്ചിമബംഗാൾ, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ സംസ്ഥാനങ്ങളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡൽഹിയിലും ഇന്ന് മഴ അനുഭവപ്പെടും. അതേസമയം ഉത്തർപ്രദേശിന്റെ വിവിധ മേഖലകളിൽ ഞായറാഴ്ച വരെ ശക്തമായ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ രാത്രി താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഐസിസി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. ബ്രിഡ്ജ് ടൌണിൽ രാത്രി 8 മണിക്കാണ് മത്സരം ആരംഭിക്കുക. സൂപ്പർ 8-ൽ ഇന്ന് രാവിലെ നടന്ന മറ്റൊരു മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ ഇംഗ്ലണ്ട് 8 വിക്കറ്റിന് തോൽപ്പിച്ചു. നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസെടുത്ത വെസ്റ്റ് ഇൻഡീസിനെ 15 പന്തുകൾ ബാക്കി നിൽക്കെയാണ് ഇംഗ്ലണ്ട് 8 വിക്കറ്റിന് മറികടന്നത്. 47 പന്തിൽ നിന്ന് 87 റൺസെടുത്ത് പുറത്താകാതെ നിന്ന ഫിൽ സൾട്ടാണ് കളിയിലെ താരം. യുവേഫ യൂറോ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ അവസാന 16-ൽ ഇടം പിടിക്കുന്ന ആദ്യ ടീമായി ജർമ്മനി. ഇന്നലെ നടന്ന മത്സരത്തിൽ ഹംഗറിക്കെതിരെ 2-0 വിജയിച്ചാണ് ജർമ്മനി സ്ഥാനം ഉറപ്പിച്ചത്. ഇന്നലെ നടന്ന സ്കോട്ട്ലൻഡ് സ്വിറ്റ്സർലാൻഡ് മത്സരവും ക്രൊയേഷ്യ അൽബേനിയ മത്സരവും സമനിലയിൽ പിരിഞ്ഞു. യൂറോ കപ്പിൽ ഇന്ന് വൈകുന്നേരം 6:30 നടക്കുന്ന മത്സരത്തിൽ സ്ലൊവേനിയ സെർബിയയെയും 9:30 ഡെൻമാർക്ക് ഇംഗ്ലണ്ടിനെയും നേരിടും. ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഇറ്റലി മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജമ്മുകശ്മീർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് പ്രധാനമന്ത്രി നാളെ ശ്രീനഗറിൽ നേതൃത്വം നൽകും. 14 കാർഷിക വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സാമൂഹിക സുരക്ഷാ പെൻഷൻ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. തമിഴ്നാട്ടിലെ കള്ളക്കുറിശ്ശിയിൽ വ്യാജ മദ്യദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 33ആയി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 7 സംഘങ്ങളെ സംസ്ഥാനത്തേക്ക് അയച്ചു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.